തമിഴക രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റങ്ങൾ പ്രവചിച്ചുകൊണ്ട് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനകൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ ഏത് നിമിഷവും നിലംപൊത്താമെന്നും ഭരണത്തിലേക്ക് തിരിച്ചുകയറാൻ DMK പ്രവർത്തകർ സെക്കൻഡുകൾക്കുള്ളിൽ സജ്ജരാകണമെന്നാണ് സ്റ്റാലിൻ ആഹ്വാനം ചെയ്തത്. ചെന്നൈയിൽ വിളിച്ചു ചേർത്ത പാർട്ടി ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു വിജയുടെ സർക്കാരിന് സ്റ്റാലിൻ പരസ്യമായ മുന്നറിയിപ്പ് നൽകിയത്. തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയം വിശകലനം ചെയ്യാൻ കൂടിയ യോഗത്തിൽ തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. സി ജോസഫ് വിജയ്, ഇത് വേണമെങ്കിൽ കുറിച്ചുവെച്ചോ, നിങ്ങളുടെ ഭരണം അധികകാലം ഉണ്ടാകില്ല എന്ന സ്റ്റാലിന്റെ വാക്കുകൾ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള വെല്ലുവിളി എന്നതിലുപരി വരാനിരിക്കുന്ന അട്ടിമറി നീക്കങ്ങളുടെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഭരണമാറ്റത്തിനായുള്ള DMKയുടെ അതിവേഗ നീക്കങ്ങളെ ശരിവയ്ക്കുന്നു. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ സുനാമി എന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. 5 വർഷത്തെ DMK ഭരണത്തോട് പൊതുജനങ്ങളിൽ നിന്നുണ്ടായിരുന്ന മതിപ്പ് വോട്ടാക്കി മാറ്റുന്നതിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം സ്വയം വിമർശനം നടത്തി. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് പറയുമ്പോഴും ഉത്തരവാദികളായ ഭാരവാഹികൾക്കെതിരെ സ്ഥാനമാനങ്ങൾ നോക്കാതെ കടുത്ത നടപടിയുണ്ടാകുമെന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകിക്കഴിഞ്ഞു. പരാജയ കാരണങ്ങൾ കണ്ടെത്താൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് 20 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് സ്റ്റാലിന്റെ കർശന നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ചാലുടൻ പാർട്ടിയിൽ വലിയൊരു ശസ്ത്രക്രിയ തന്നെ അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട്. വിജയുടെ TVK ഭരണത്തിൽ അസംതൃപ്തരായവരെയും കൂറുമാറ്റ സാധ്യതയുള്ളവരെയും ലക്ഷ്യമിട്ടുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ സജീവമാണെന്നാണ് ചെന്നൈയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ പോരാട്ടം തെരുവുകളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെന്ന് സ്റ്റാലിൻ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. പൊതുയോഗങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അപ്പുറം ഓരോ പ്രവർത്തകനും ഓൺലൈൻ ഇടങ്ങളിൽ സജീവമായാൽ മാത്രമേ വിജയുടെ താരപ്രഭയെ നേരിടാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതേസമയം വിജയുടെ പേരെടുത്ത് പറഞ്ഞുള്ള സ്റ്റാലിന്റെ ഈ ആക്രമണം തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സി ജോസഫ് വിജയ് എന്ന പേര് ആവർത്തിച്ച് പറയുന്നതിലൂടെ വിജയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനാണ് DMK മുതിരുന്നത്. പരാജയത്തിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ വരാനിരിക്കുന്ന പോരാട്ടത്തിന് ഒരുങ്ങാനാണ് സ്റ്റാലിൻ നേതാക്കൾക്ക് നൽകിയ താക്കീത്. വിജയ് സർക്കാർ 5 വർഷം തികക്കില്ലെന്ന സ്റ്റാലിന്റെ പ്രവചനം വെറുമൊരു രാഷ്ട്രീയ വാചകമടി മാത്രമല്ല, ഭരണഘടനയുടെ പഴുതുകൾ ഉപയോഗിച്ചോ ഘടകകക്ഷികളെ ഭിന്നിപ്പിച്ചോ അധികാരം തിരിച്ചുപിടിക്കാനുള്ള DMKയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആ നിമിഷത്തിനായി തയ്യാറായിരിക്കാൻ പ്രവർത്തകർക്ക് നൽകിയ ആഹ്വാനം വരാനിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ തുടക്കം മാത്രമാണ്. അധികാരം നഷ്ടപ്പെട്ട നിരാശയിലല്ല, മറിച്ച് അത് എത്രയും വേഗം തിരിച്ചുപിടിക്കാനുള്ള അടങ്ങാത്ത ആവേശത്തിലാണ് സ്റ്റാലിൻ സംസാരിച്ചത്. ഒരു വശത്ത് പാർട്ടിയെ അഴിച്ചുപണിയുമ്പോൾ മറുവശത്ത് വിജയുടെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന ഇരട്ട തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത്. സി ജോസഫ് വിജയുടെ മുന്നോട്ടുള്ള പാതയൊട്ടും സുഗമമായിരിക്കില്ലെന്ന കൃത്യമായ താക്കീതാണ് ചെന്നൈയിലെ യോഗത്തിൽ നിന്നും പുറത്തുവരുന്നത്. തമിഴ് മണ്ണിൽ വിജയ് എന്ന താരം ഭരണാധികാരിയായപ്പോൾ വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള സ്റ്റാലിന് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ആ തർക്കം തെരുവിലേക്കും നിയമസഭയിലേക്കും പടരുമ്പോൾ വരും ദിവസങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിന് നിർണായകമാകും. സ്റ്റാലിന്റെ പ്രവചനം ഫലിക്കുമോ അതോ വിജയ് 5 വർഷം പൂർത്തിയാക്കി തിരിച്ചടിക്കുമോ എന്നാണ് ഇനി കാണേണ്ടത്.